കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി 27 വർഷം തികയുന്നു. ഇന്ന് മിനിഞ്ഞാന്ന്, അതായത് നവംബർ 29 ആണ് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിൻ്റെ ഈ വർഷത്തെ 27ാം കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ യവനിക ഉയർന്നത്. അന്ന് ഈ വർഷം അത് ഉദ്ഘാടനം ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ ഗവർണർ ശ്രീ ഡോക്ടർ ആനന്ദ ബോസാണ്. ഇന്ന് മൂന്നാം ദിവസം, പുസ്തകോത്സവത്തിൻ്റെ മൂന്നാം ദിവസം, അതായത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പുസ്തകോത്സവത്തിൻ്റെ മൂന്നാം ദിവസമാണിത്. ഈ ദിവസങ്ങളിൽ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ഒരുവിധ എല്ലാ സാഹിത്യകാരന്മാരും ഇതിൻ്റെ ഇവിടെ ഒന്നിച്ചണിനിൽക്കാറുണ്ട് പല ദിവസങ്ങളിലായിട്ട്. അതിനു പുറമെ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള പുസ്തക പ്രസാധകർ, ഏതാണ്ട് 200-ഓളം പുസ്തക പ്രസാധകരുണ്ട് ഈ വർഷം. ഈ പുസ്തകം വിൽക്കുന്നു എന്നതിനപ്പുറത്ത് അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ടാണ് ഇവിടെ സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, സാഹിത്യ ചർച്ചകൾ, ഇതെല്ലാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ദിവസം, ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പരിപാടി, അതായത് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. അതിനുശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് സാഹിത്യത്തിലും കലയിലും സാഹിത്യത്തിലും ഒക്കെ അഭിരുചിയുള്ള കുട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള പ്രത്യേക ഫീൽഡുകളിൽ, അതായത് പ്രസംഗം, എഴുത്ത് എന്നീ മേഖലകളിൽ അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീഷൻ ഇന്നിപ്പോൾ നടക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഒരേ സമയത്ത് ഏതാണ്ട് 3 സ്റ്റേജുകളിലായിട്ടാണ് കൊച്ചി പുസ്തകോത്സവത്തിൻ്റെ പരിപാടികൾ നടക്കുന്നത്. 27 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1997 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള 50ാമത്തെ വർഷമാണ് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം പിറവിയെടുക്കുന്നത്. അന്ന് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു, വായനയുടെ മരണം എന്നെല്ലാം നമ്മൾ നിർവചിക്കാറുണ്ടായിരുന്നു. അതിൽ നിന്ന് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും വായനയിൽ നിന്ന് ആളുകൾ പിന്മാറുന്നു അല്ലെങ്കിൽ തിരിച്ചു പോകുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം ജന്മമെടുത്തത്. അത് കഴിഞ്ഞിട്ട് 27 വർഷങ്ങളിൽ ഒരു വർഷം കോവിഡ് എന്നുള്ള മഹാമാരി ലോകം മുഴുവൻ ഗ്രസിച്ച ആ സമയത്തൊഴിച്ച് എല്ലാ വർഷങ്ങളിലും ഒരു മുടക്കവും കൂടാതെ പുസ്തകോത്സവം ഇറങ്ങിയിരുന്നു. ഓരോ വർഷങ്ങളും പുതിയ പുതിയ ആശയങ്ങളുമായിട്ടാണ് പുസ്തകോത്സവം വരാറുള്ളത്. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നമ്മൾ കഥാമത്സരം, കവിതാ മത്സരം, അതിനു പുറമെ ബാലസാഹിത്യത്തിൻ്റെ മത്സരം എന്നിവ കൂടി നടത്താറുണ്ട്. ഈ മത്സരങ്ങളിലേക്ക് വന്നിട്ടുള്ള രചനകളുടെ ക്വാളിറ്റി നോക്കിയിട്ട് പ്രസിദ്ധീകരണ യോഗ്യമാണെന്ന് ജഡ്ജസിന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഏതാണ്ട് 30-35 കഥകളും കവിതകളും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കാറുണ്ട് എല്ലാ വർഷവും. ഇതിനപ്പുറത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള എറണാകുളം ജില്ലയിലുള്ള ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും നമ്മൾ സന്ദർശിക്കാറുണ്ട്. എല്ലാ സ്കൂളുകളിലും സന്ദർശിക്കുന്നതിനൊപ്പം തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ സ്വന്തമായിട്ടുള്ള കളക്ഷൻസ്, പുസ്തക ശേഖരം അവിടെ പ്രദർശിപ്പിക്കുന്നു. അതിൽ നിന്ന് ഏറ്റവും നല്ല ശേഖരം നടത്തിയിട്ടുള്ള കുട്ടിക്ക് നമ്മൾ പ്രൈസ് കൊടുക്കാറുണ്ട്, സമ്മാനം കൊടുക്കാറുണ്ട്. അതിനു പുറമെ ആ സ്കൂളിലത്തെ ഓരോ കുട്ടികൾക്കും, അതായത് 30 കുട്ടികളെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലോ അതിൻ്റെ ഹെഡ് മാസ്റ്ററോ അഡ്മിനിസ്ട്രേറ്ററോ അവർ ഒരു ലിസ്റ്റ് തരുന്നു. ഏറ്റവും കൂടുതൽ വായിക്കുന്ന കുട്ടികൾ അവർക്കായിട്ട് നമ്മൾ 300 രൂപയുടെ പുസ്തകങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. അതവിടെ അവരുടെ അസംബ്ലി ഹാളിൽ വെച്ച് നമ്മൾ സംസാരിക്കും, അവിടെ വെച്ചാണ് നമ്മളത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഏതാണ്ട് എറണാകുളത്തുള്ള ഒരുവിധം എല്ലാ സ്കൂളുകളിലും എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനായിട്ടുള്ള ഒരു ടീമുണ്ട്. ആ ടീം അവിടെ സന്ദർശിക്കുന്നു, അവർക്ക് കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നു. അതിനും ഞങ്ങൾക്ക് നല്ല സഹകരണമാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ ഏതാണ്ട് വർഷങ്ങളായി, 4-5 വർഷമായി ഇത് തുടങ്ങിയിട്ട്. പക്ഷേ അതിന് നമ്മൾ വായനാ മധുരം എന്ന പേരിലാണ് ഓരോ സ്കൂളുകളിലും നമ്മളത് ആ പരിപാടി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങും. സ്കൂളിൻ്റെ അധ്യയന വർഷം തുടങ്ങിയ ആ സമയത്ത് തുടങ്ങും. പിന്നെ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ സന്ദർശിച്ചെത്തുമ്പോഴേക്കും ഡിസംബർ ഈ
പുസ്തകോത്സവം തുടങ്ങുന്നതിനോടൊത്താണ് അത് സമാപിക്കുന്നത്. ഇതിനും അപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച, അതായത് പുസ്തകോത്സവത്തിന് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഞായറാഴ്ചയാണ് നമ്മൾ അഖില കേരള അടിസ്ഥാനത്തിൽ കുട്ടികൾക്കുള്ള പെയിൻറ്റിങ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നത്. അത് ഏതാണ്ട് ഈ വർഷം ഏതാണ്ട് 500ഓളം കുട്ടികൾ പങ്കെടുത്തു. അവർക്കുള്ള സമ്മാനദാനം ഈ ഡിസംബർ 8-ാം തീയതി ഇവിടെ വെച്ച് ആ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്.